performance. Today is a moment of pride and joy as we gather here to celebrate the achievements of our dear Tibian students. With great happiness, we welcome you to receive your convocation certificates, a symbol of hard work, dedication and commitment. I would like to call Mr. Abdurrahman sir to hand over the certificates and trophies. Azin Ryan K, Muhammad Yasin MI, Faiha Fatima PA, Muhammad Adil T, Muhammad Razin M, Fatima Neshwa MS. Thank you, sir. I would like to call Mr. Shabir Ali sir to hand over the certificates and trophies. Thank you, sir. I would like to call Hawa on stage. السلام عليكم ورحمة الله وبركاته. أنا حواء وأنا طالبة أكملت دورات تبيان. الحمد لله الذي أعطاها التوفيق، وقد اكتسبت الكثير من المعرفة الدينية والفكرية من خلال دراسة هذا المقرر. لقد ساعدني أساتذتي المحترمون ووالدي الحبيبان في ذلك. السلام عليكم ورحمة الله وبركاته. Thank you, dears. May this achievement inspire you to continue seeking knowledge and spreading goodness wherever you go. Now, moving towards an inspiring chapter of our event, it's my privilege to invite our guest of honor, Mr. Abdurrahman sir, Professor of MES College, Mambat, who is great source of inspiration for all of us. Assalamu alaikum wa rahmatullah. Very good evening to one and all. ഏറ്റവും ബഹുമാനീയരായ അഹമ്മദ് ഓടി സർ, അബ്ദുൽ കരീം സർ, ഷബീർ അലി സർ, ഫൈസൽ സർ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ICC മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെ,
ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ കോൺവക്കേഷനിലും നിങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന പ്രതിഭകളെ കാണാനും അവരെ അനുമോദിക്കാനുമുള്ള ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഭാഗമാകുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ് ഇവിടെ വീണ്ടും എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും മക്കളുടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കാണുന്നതിന് വേണ്ടി കാതോർക്കുന്ന ഈ സമയത്ത് ഒരു മിനിറ്റിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി തൻ്റെ പിതാവിനോട് ചോദിച്ചു, ജീവിതത്തിൻ്റെ മൂല്യം എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൈ ലൈഫ്? ഈ ഒരു ക്വസ്റ്റ്യൻ തൻ്റെ പിതാവിനോട് ഒരു വിദ്യാർത്ഥി ചോദിച്ച സമയത്ത് ആ പിതാവ് ഈ കുട്ടിയുടെ കയ്യിൽ തിളങ്ങുന്ന ഒരു കല്ല് കൊടുത്തതിന് ശേഷം ഈ കല്ല് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഈ കുട്ടിയെ അവിടെ നിന്ന് അയച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിൽ പോയി ആ കല്ല് വിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ കുട്ടിക്ക് ലഭിച്ച മെസ്സേജ്, ആര് നിന്നോട് ഈ കല്ലിൻ്റെ വില ചോദിച്ചാലും അവരോട് നീ ഇങ്ങനെ കൈ 2 വിരൽ ഉയർത്തി ഒന്നും സംസാരിക്കരുത്, അവർ പറയുന്ന വില കേട്ട് നീ തിരിച്ചു പോരണമെന്ന മെസ്സേജാണ് ആ കുട്ടിയോട് നൽകിയത്. അങ്ങനെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി ഈ കുട്ടി ഈ തിളങ്ങുന്ന കല്ലുമായി മാർക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, ഈ കല്ലിൻ്റെ വില എത്രയാണ്? ആ സമയത്ത് ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മറുപടി ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ 2 വിരലുകൾ ഉയർത്തി. ആ സമയത്ത് വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, 2 രൂപയാണോ മോനെ ഈ ഒരു കല്ലിന് നീ വില കാണുന്നത്? എങ്കിൽ ഞാനത് വാങ്ങിക്കൊള്ളാം, എൻ്റെ കയ്യിൽ 2 രൂപയുണ്ട്, ആ കല്ല് നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി തൻ്റെ പിതാവ് നേരത്തെ നൽകിയ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഞാനത് വിൽക്കുന്നില്ല എന്ന് പറയുകയും അവിടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായ അനുഭവം ഈ കുട്ടി തൻ്റെ പിതാവുമായി പങ്കുവച്ചു. വൃദ്ധയായ സ്ത്രീ വന്നു, കല്ലിൻ്റെ വില ചോദിച്ചു. ഞാൻ 2 വിരലുകൾ ഉയർത്തി. അതിൻ്റെ വില അവരന്ന് എന്നോട് പറഞ്ഞത്, ആ സമയത്ത് പറഞ്ഞത് 2 രൂപയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ 2ാമത്തെ നിർദ്ദേശം വരികയാണ്, തൊട്ടടുത്തുള്ള ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയി ഈ തിളങ്ങുന്ന കല്ല് നീ അവരോട് വിൽപ്പനയ്ക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ഒന്ന് പോകണമെന്ന് രക്ഷിതാവ് ആവശ്യപ്പെടുന്നു. ജ്വല്ലറിയിൽ പോകുന്നു. അവരിതിൻ്റെ വില ചോദിക്കുന്നു. ജ്വല്ലറി ഷോപ്പിൻ്റെ ഓണറോട് ഈ കുട്ടി ഇങ്ങനെ 2 വിരലുയർത്തിയപ്പോൾ അയാൾ ജ്വല്ലറി ഷോപ്പുകാരൻ ചോദിച്ചു, നീ ഉദ്ദേശിച്ചത് 200 രൂപയാണോ? ആ സമയത്ത് കുട്ടി ഉപ്പയുടെ നിർദ്ദേശപ്രകാരം 200 രൂപയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു മറുപടിയിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. 3ാമത്തെ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടിയെ വീണ്ടും ഈ കല്ലുമായി ഉപ്പ പറഞ്ഞയക്കുകയാണ്. തൊട്ടടുത്തുള്ള രത്നങ്ങൾ വിൽക്കുന്ന ഒരു ജംസ് മാർക്കറ്റിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് ആ ഷോപ്പിൻ്റെ ഓണറോട് ഈ കല്ല്, തിളങ്ങുന്ന കല്ല് വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ ഒരു രത്നങ്ങൾ വിൽക്കുന്ന ഷോപ്പിൻ്റെ ഓണർ ചോദിച്ചു, ഇതിനെത്രയാണ് വില? അപ്പോഴും ഈ കുട്ടി നിർദ്ദേശപ്രകാരം 2 വിരലുകൾ ഉയർത്തി. ആ സമയത്ത് ഇതിൻ്റെ വില 2000 രൂപയാണോ മോൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴും 2000 രൂപയ്ക്ക് ഞാൻ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയിൽ വീണ്ടും തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. അവസാനമായി ഈ കുട്ടിയെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു വലിയ മ്യൂസിയത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് രക്ഷിതാവ്. അവിടെ ചെന്ന് ആ മ്യൂസിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് ഈ കുട്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഇങ്ങനെ തിളക്കമുള്ള ഒരു രത്നക്കല്ലുണ്ട്, ഈ കല്ല് വിൽക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ മ്യൂസിയത്തിലേക്ക് നൽകുന്നതിന് വേണ്ടി ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ആ സമയത്ത് മോനിതിന് എത്രയാണ് വില കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ
തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം 2 വിരലുകൾ വീണ്ടും ആ കുട്ടി ഉയർത്തുകയാണ്. ആ സമയത്ത് ഈ ഒരു ഓണർ, ഈ മ്യൂസിയത്തിൻ്റെ ഓണർ ചോദിക്കുകയാണ്, മോനെ ഈ 2 കൊണ്ട് ഉദ്ദേശിച്ചത് 2 ലക്ഷം രൂപയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കുട്ടി അവിടെ നിന്ന് ആ മറുപടി കൂടെ കേട്ട് തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് വിൽക്കാതെ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എന്താണ് അച്ഛാ, ഈ ഒരു പ്രകാശിക്കുന്ന കല്ലിന് 4 സ്ഥലത്ത് പോയപ്പോൾ 4 വിലയാണല്ലോ കാണുന്നത്. ആദ്യമായി വൃദ്ധയുടെ അടുത്ത് ചെന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് 2 രൂപ, പിന്നീട് 200 രൂപ, പിന്നീട് 2000 രൂപ, പിന്നീട് 4ാമത്തെ ആളടുത്തെത്തിയപ്പോൾ ഞാൻ 2 വിരലാണ് ഉയർത്തിയത്, പക്ഷെ അതിന് 2 ലക്ഷം രൂപയുടെ വിലയാണ് അവരതിന് കണ്ടിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. 4 സ്ഥലത്ത് 4 വില, സെയിം കല്ലിനാണ് 4 വില കാണുന്നത്. എന്താണ് ഇതിൻ്റെ താല്പര്യമെന്ന് ഈ കുട്ടി ഉപ്പയോട് ചോദിക്കുന്ന സമയത്ത് ആ പിതാവ് മറുപടി പറയുന്നത്, മോനെ ഇത് നേരത്തെ നീ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ 4 സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞയച്ചത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൈ ലൈഫ് എന്നൊരു ചോദ്യം നീ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ലൈഫിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ വില എത്രയാണ് എന്നത്. അതുകൊണ്ട് ഒരേ കല്ലിന് 4 സ്ഥലങ്ങളിൽ 4 വില നീ കണ്ടതുപോലെ നീ പഠിക്കുന്നത്, വ്യത്യസ്ത കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന ഇത്തരം കലാലയങ്ങളെ കണ്ടെത്തുന്നിടത്ത്, അതുപോലെ നീ ജോലി ചെയ്യുന്ന സമയത്ത് നിനക്ക് ഏറ്റവും മൂല്യമേറിയ വില നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ 1 മണിക്കൂറിന് ചിലപ്പോൾ 20,000 രൂപ ശമ്പളം തരും. മറ്റൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ 1 മണിക്കൂറിന് ചിലപ്പോൾ 2 ലക്ഷം രൂപ നിനക്ക് ശമ്പളം ലഭിക്കും. അതുകൊണ്ട് നിൻ്റെ വിലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ എത്തേണ്ട സ്ഥലത്തെത്താനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം പൂർത്തിയാകുന്നത് എന്ന സന്ദേശം ആ കുട്ടിക്ക് ആ കഥയിലൂടെ തൻ്റെ പിതാവ് വളരെ രസകരമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടും രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മക്കളെ ഈ രത്നക്കല്ല് പോലെ കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ വ്യത്യസ്തമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവനെ ഏറ്റവും നല്ല ഒരു സ്ഥലത്ത്, അവനെത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഒരു ദിവസം 2000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട്, 20,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട്, ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കഴിവിനനുസരിച്ച് അവർക്ക് പറക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തി നമ്മൾ അവരുടെ ഭാവിയിൽ ഇടപെടുന്ന രക്ഷിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, വൈകിയ വേളയിൽ ഇതൊരു പ്രസംഗത്തിൻ്റെ ചടങ്ങല്ല എന്ന് മനസ്സിലാക്കി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ICC പള്ളിയിനടുത്ത് 2 വാഹനങ്ങൾ റോഡിൽ ചാരി നിർത്തിയിട്ടുണ്ട്. ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. Thank you, Mr. Abdurrahman sir, for your motivating words. For insights and encouragement mean a lot to us. As a token of gratitude, we would like to present this award to Mr. Abdurrahman sir as a symbol of respect and gratitude. I request our campus manager, Mr. Faisal sir, to hand over the trophies. KL 58 V 3032, അതുപോലെ തന്നെ KL 11 AV 1313, ഈ 2 വാഹനങ്ങൾ വളരെ പെട്ടെന്ന് നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. വേറൊരു വാഹനം എടുക്കാനുണ്ട്, പെട്ടെന്ന് അർജൻറ്റാണ്. വാഹനത്തിൻ്റെ ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക.